പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഹിന്ദു സമൂഹത്തെ അപമാനിച്ച പ്രസ്താവനകൾ ഉൾപ്പെടെയാണ് നീക്കിയത്. അതേസമയം ഹൈന്ദവ സമൂഹത്തെ അധിക്ഷേപിച്ച രാഹുൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് BJP. ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. ഹിന്ദുക്കൾ അക്രമികളും വിദ്വേഷം പരത്തുന്നവരുമാണ് എന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സഭാരേഖകളിൽ നിന്ന് നീക്കിയത്. രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ചട്ടങ്ങളും സഭാമര്യാദകളും പാലിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള നിരവധി തവണ വിമർശിച്ചിരുന്നു. നടപടികളിലൂടെ സത്യത്തെ ഇല്ലാതാക്കാനാകില്ല എന്നായിരുന്നു ഇതിനെതിരെ രാഹുലിന്റെ പ്രതികരണം. जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया, वो सच्चाई है और एक्सपंज करें, जितना करना है करें, सच्चाई सच्चाई होती है. അതേസമയം ഹിന്ദു സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് പാർലമെന്റിൽ രാഹുൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. സഭാ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് സ്പീക്കറെ പോലും അപമാനിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞു. ये सबके लिए, जैसे मैंने कहा कि कांग्रेस के MP जैसे कल उनके लीडर ऑफ अपोजिशन राहुल गांधी जी ने जो बिहेव किया और जैसे स्पीकर की तरफ में अपना पीठ दिखाता है, फिर नियम के बाहर बोलता है, फिर स्पीकर को ही इंसल्ट करते हैं, तो ऐसा हमारे पार्टी के लोग नहीं करना चाहिए. हमारे NDA के सांसदों को ऐसा जो नियम के बाहर काम नहीं करना चाहिए. ये हम सब के लिए सीख है. ഹിന്ദുക്കൾ അക്രമകാരികളാണെന്നും ഹിന്ദുക്കളാണെന്ന് പറയുന്നവർ മുഴുവൻ സമയവും ഹിംസയും വെറുപ്പും അസത്യവുമാണ് പ്രചരിപ്പിക്കുന്നത് എന്നുമായിരുന്നു രാഹുലിന്റെ സഭയിലെ പരാമർശം. ജനം, ഡൽഹി.